ഇപ്പോഴാ സമാധാനായത്. സൂക്ഷിച്ചു വെക്കണ രാജാ. ആശുപത്രി കിടക്കുന്ന മാപ്പിള എങ്ങനെ രക്ഷപ്പെട്ട് സാക്ഷി പറഞ്ഞ കുഴപ്പാവുമല്ലോ. എടാ മക്കളെ, ആശുപത്രിയിൽ അന്വേഷിച്ചോടാ. അയാൾ ചാവെന്ന് ഉറപ്പാണല്ലോ. ഉറപ്പാ. ആളിതുവരെ വാ തുറന്നിട്ടില്ല, കോമയില. വെന്റിലേറ്ററിൽ നിന്ന് എടുത്താ ടീം. കുറച്ച് ഭൂമി വെട്ടിപ്പിടിക്കാനായി രണ്ടെണ്ണത്തിനെ ഭൂലോകത്തിനേ വെട്ടി പോട്ടടാ പുല്ലുകള്. അച്ഛാ, മുരുകനും കൂട്ടിൽ എത്തി തോന്നുന്നു. കേറി വരാൻ പറയടാ. മുരുകനോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി സാർ. അച്ഛാ ക്രിസ്റ്റി, എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച എന്റെ അപ്പച്ചിയെ നീ അച്ഛനൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണേ ചെയ്യാം. ഇതാ നിങ്ങളുടെ പ്രമാണം. നിങ്ങളുടെ പേരുടെ എല്ലാ കേസും ഞാൻ പിൻവലിക്കാം. പ്ലീസ് അച്ഛനൊന്നും ചെയ്യരുത്. കൊന്നും പിടിച്ചു പറിച്ചും നീ ഉണ്ടാക്കിയത് മുഴുവൻ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയല്ലേ? ചത്തുകിടക്കുന്ന ഈ മക്കളുടെ മുഖമാണ് നിനക്കുള്ള ശിക്ഷ.
ഇനി ഈ നാട്ടിൽ നിന്നാൽ അപകടമാണ്. പോലീസിന് കീഴടങ്ങേണ്ടി വരും. എന്റെ കൂടെ വാ. മുംബൈയിൽ നീ സേഫ് ആയിരിക്കും. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ജോസഫ് വടക്കന് എന്നെ അറസ്റ്റ് ചെയ്യാം. തെറ്റ് ചെയ്തത് ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളും. ഇല്ല, പാലമറ്റം തറവാട്ടിൽ ഇനി എന്റെ സ്ഥാനത്ത് ജോസഫ് ഉണ്ടാകണം. എന്റെ കൂടപ്പറപ്പുകളുടെ സ്വന്തം ഏട്ടനായിട്ട്. ഇച്ചായ, ചില കാരണവന്മാരിങ്ങനെ അർഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എരന്ന് വാങ്ങിക്കും. ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും നിരഞ്ജൻ എന്നോട് പറഞ്ഞു. തോമസ്, ഇറ്റ്സ് ഓൾ വെരി ക്ലിയർ. സൈമൺ കൊലക്കേസിന് പിന്നിലെ തിങ്ക് ടാങ്ക് മാർട്ടിൻ ദിനകറാണ്. എനിക്കറിയാം സാർ, പക്ഷേ ഇനി ഈ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൈ സർ? തന്റെ തന്നെ അന്വേഷണത്തിനൊടുവിൽ താൻ പിടികൂടിയ 14 പ്രതികളുണ്ട്. ഒന്നാം പ്രതി മുള്ളാണി ബിജുവിന്റെയും രണ്ടാം പ്രതി ജോഷുവയുടെയും കൺഫെഷൻസ്. കേസിലാകെ 63 സാക്ഷികളുണ്ട്. ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിട്ട് സത്യമതല്ല എന്ന് പോലീസ് തന്നെ മാറ്റി പറഞ്ഞാലുണ്ടാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസും നാണക്കേടും ഫേസ് ചെയ്യാൻ ആരും തയ്യാറല്ല. സർ, അപ്പൊ DG മിനിസ്റ്ററും എനിക്ക് തന്നെ ഉറപ്പോ? മേലധികാരികളുടെ ഉറപ്പിന് ഇത്രയൊക്കെ വിലയുള്ളൂ നിരഞ്ജൻ. യു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. അപ്പൊ സത്യം അതാർക്കും പ്രശ്നമല്ല, ആവശ്യവുമില്ല. സത്യവും നീതിയും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ട് അങ്ങേക്കറിയാവല്ലോ. സർ, സൈമന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും RDX അനിലിന്റേതാണ്. സൈമന്റെ ബോഡിയിൽ കഴുത്തിന് താഴെയായി കാണപ്പെട്ട ആ ഡീപ് സ്ലാഷ് അനിലിന്റെ കത്തിയിൽ നിന്നുണ്ടായതാണ്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് കില്ലിംഗ് അല്ല എന്ന് വരുത്തി തീർക്കാൻ അയാൾ ജോഷുവയുടെ സഹായത്തോടു കൂടി ഒരു കൊട്ടേഷൻ കില്ലിംഗിന് ആംബിയൻസ് സൃഷ്ടിക്കുകയായിരുന്നു. ആൻഡ് അനിൽ ഡിഡ് ഇറ്റ് ഫോർ മാർട്ടിൻ ദിനകർ. ട്രൂ നിരഞ്ജൻ, പറഞ്ഞത് ശരിയാണ്. പക്ഷേ തന്നോട് സമ്മതിച്ചതെല്ലാം അനിലിന് കോടതിയിൽ മാറ്റി പറയാം. ഒരു കൊലപാതകത്തിന് മുഴുവൻ പ്രതികളും ഉൾപ്പെട്ട ചാർജ് ഷീറ്റ് കോടതിയിലുള്ളപ്പോൾ അതേ കേസിൽ മറ്റൊരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഡോൺ ബുൾഷിറ്റ് തോമസ്. താൻ ഈ ടെക്നിക്കാലിറ്റീസ് ഒക്കെ വിട്ടിട്ട് ന്യായത്തെക്കുറിച്ച് ആലോചിക്കേ. സർ, മാർട്ടിൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. വൺസ് ഹീസ് അറസ്റ്റഡ്, തിങ്സ് വിൽ ചേഞ്ച്. സോറി നിരഞ്ജൻ, ഐ ആം ഹെൽപ്ലെസ്. DCP Niranjan, Can I talk to you in private? Would you please come out? excuse me sir. നിങ്ങൾ തിരയുന്ന മാർട്ടിൻ ദിനകർ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. Now listen. Hey, നിരഞ്ജൻ. തോമസ്, I tell you, he's damn frustrated. Hi. Welcome. So you've finally come, Niranjan. Thought you would be more cautious. அவ்வளோ ஈஸியா யாரும் வர முடியாத ஒரு இடம். ஏதோ ஒரு அனானிமஸ் கால் கிடைச்ச உடனே இந்த மாதிரி தனியா வந்திருக்கிய. You are daring man. Stupidly daring. சைமனோட கொலைக்கு பின்னாடி இருந்த பிரெயின் அண்ட் எக்ஸிகியூஷன் என்னோடதுன்னு ப்ரூவ் பண்ற அத்தனை எவிடன்ஸும் இப்போ உன் கையில இருக்கு. பிளஸ் இன் யோர் கஸ்டடி யூ ஹேவ் மை மோஸ்ட் வைட்டல் மேன், அனில். திடீர்னு வந்த கோவத்தினால ஒரு 3rd ரேட் குண்டா சைமன் பாலத்திங்கலை கொலை பண்ணிட்டான்.
இது போலீஸ் நிரூபிச்சு கோர்ட்ல சொன்ன கதை. அந்த கதையில இன்னொரு ட்விஸ்டா. எதுக்கு நிரஞ்சன்? I know it's too late to talk about truth. I have no time for you. Rather, destiny has no time for you.